കംപ്ലീറ്റ് എനിക്ക് മെസ്സേജസ് നെവിൻ എയർപോർട്ടിൽ വന്ന് ഞങ്ങൾ തല്ലും. അപ്പൊ അവിടെ ഒരു കോണ്ടന്റ് ആൾക്ക് കൊടുക്കുന്നില്ല, പക്ഷെ എന്നാലും ആൾക്കാർ തൊടുന്ന എങ്ങനെ ഇത്രയും നാള് അതില് നിന്ന് ഇവനെതിരെ പറഞ്ഞ ആൾക്കാർ ഇന്ന് കുറെ സോഷ്യൽ മീഡിയയില് ചിന്തോചേട്ടൻ തന്നെ പറയുന്നു ഞാൻ ഇത്ര PR കൊടുത്തിട്ട് ചെയ്തു എന്ന് ഞാൻ ലാസ്റ്റ് എന്തോ കണ്ടു. അപ്പൊ എനിക്ക് കൺഫ്യൂസ്ഡ് ആവാം. ഞാൻ നോക്കുമ്പോ ആളുകൾ എന്റെ അടുത്ത് വന്ന് പറയുന്നതൊക്കെ നെവിൻ എന്തുകൊണ്ടൊരു എന്റർടൈനർ ആയിരുന്നു, പക്ഷെ ഇപ്പം വന്ന് ഒത്തിരി പ്രശ്നങ്ങളാണ്, ഒത്തിരി ഹേറ്റ് വരുന്നുണ്ട് നെവിന്. 24 മണിക്കൂർ നെവിൻ അമ്മേനെ വിളിച്ചിട്ട് എന്നെ കുറ്റം പറയും. മസ്താനി അതിനകത്ത് എല്ലാവരുടെയും പേഴ്സണൽ ലൈഫിലേക്ക്, ബോയ് ഫ്രണ്ടിന്റെ ലൈഫിലേക്ക് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അവളുടെ മുഖം വരുമ്പോ തന്നെ നെക്സ്റ്റ് വീഡിയോ മാറ്റും. കാരണം ഇവരൊന്നും ലൈക്ക് എന്താണ് ബാക്കിയുള്ളവരുടെ സെക്ഷുവാലിറ്റിയിൽ. നെവിന്റെ വീട്ടുകാരായിട്ട് നെവിൻ അങ്ങനെ ഭയങ്കര അറ്റാച്ച്ഡ് അല്ല. അവര് കുറച്ച് ഒരു 30-32 വയസ്സുള്ള ഒരു സ്ത്രീ ഒരു പാവക്കുട്ടീനെ പിടിച്ച് കളിക്കുന്നതൊക്കെ ഞാൻ അവനെ ഫസ്റ്റ് കാണുമ്പോ എനിക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ വേണം എന്ന് എനിക്ക് തോന്നി. എടുത്തവന്റെ കഴിവ് എങ്ങനെ പിടിക്കുന്നു അവിടുന്ന്. അതിലവൻ കൊടുത്തു ഹോട്ടലിലെ ഏറ്റവും വലിയ പീസുകൾ മാത്രം തരിക. കലൂരിന്ന് വണ്ടിയിൽ ഈ 2 ചിക്കനും കയ്യിൽ പിടിച്ച് KFC-യിൽ ചെന്നിട്ട് ഇതെന്താ ഈ 2 ചെറുതെന്ന് ചോദിച്ചു. ഇങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. എന്താണത്? ഭയങ്കര ഒരു ഹൈപ്പർ ആക്റ്റീവ് ഒരു സാധനം. ഒരു ചെറിയ കാര്യം പറയട്ടെ, ദിവസവും ഒരു ചെറിയ തുക മാറ്റിവെച്ച് വലിയത് വാങ്ങണം. ഗാഡ്ജറ്റ് ആയാലും അപ്ലയൻസ് ആയാലും മൈജി സൂപ്പർ EMI, ചെറുതിന്റെ പവർ. 1 to Talkലെ പുതിയ എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ള ഗസ്റ്റ് അഭിഷേകാണ്. കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ ഉണ്ടായിരുന്ന അഭിഷേകാണ്. അപ്പൊ നമുക്ക് വെൽക്കം ചെയ്യാം. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായി. വീണ്ടും നമ്മൾ കണ്ടുമുട്ടി. അതെ, ഞാൻ ഇന്റർവ്യൂ ഒന്നും ഈ സീസണിൽ കൊടുക്കണ്ട എന്ന് എന്നെ തന്നെ പറഞ്ഞു. പക്ഷെ നീ വിളിച്ചത് കൊണ്ട് മാത്രം ഗൂഗിൾ പേ ഓക്കെ. എന്തൊക്കെയുണ്ട്? ഇന്ന് ജാൻമണി ഇല്ലല്ലേ? അല്ലെങ്കിൽ മിക്കവാറും നമ്മുടെ ജാൻമണിയൊക്കെ കാണുന്നതാണ്. നമ്മൾ പക്ഷെ ഒറ്റയ്ക്ക് തന്നെ ചെയ്തിട്ടുള്ള ജാൻമണി കിട്ടാതെ ഇല്ല. ഓക്കെ, അപ്പം എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? ജാൻമണിയായിട്ട് കല്യാണം കഴിയുന്നു, ഹണിമൂൺ പോകുന്നു, പിന്നെ ചുമ്മാ എന്ന് പറയുന്നത് എന്താ സംഭവം? അത് നിനക്കറിയാലോ. എനിക്കെങ്ങനെ അറിയാം? എനിക്കറിയില്ല. ഞാൻ അതിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയ വീഡിയോ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ജാൻമണി ഞാൻ ചുമ്മാ ഫ്രണ്ട്സ് ആണ്. നമ്മള് പ്രോഗ്രാംസിന് മുമ്പ് വീഡിയോ എടുക്കുന്നു, അത്ര തന്നെ ഉള്ളൂ. എനിക്ക് അഭിഷേക് അവര് ഡേറ്റിംഗ് ആണോ മാരീഡ്? അല്ല, ശരിക്കും എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മള് ഒരു കാലിക്കറ്റ് ഇവന്റിന് പോയപ്പോ ചുമ്മാ തമാശക്ക് ജാൻമണി ദിസ് ഇസ് മൈ ഹസ്ബൻഡ് അങ്ങനെ സാധനം പറഞ്ഞ്, അത് ഏത് ചോറ് കഴിക്കുന്ന മനുഷ്യനും അറിയാം. അത് ഞാൻ വിചാരിച്ചപ്പോ പറയാം അത് A ആണ്, ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ. ഒരു Aക്കും എന്നെ നശിപ്പിക്കാൻ പറ്റൂല, അത് A ആണ് കേട്ടോ. ഞാൻ അതേ അല്ല, പുള്ളി ഒരു തമാശക്ക് പറഞ്ഞു. അത് പിന്നെ അങ്ങനെ ആ ഒരു ക്ലിപ്പ് പോയിട്ട് ഹസ്ബൻഡ് ആണെന്നുള്ള പോലെയൊക്കെ വന്നു. പിന്നെ എപ്പോഴും സർക്കാസ്റ്റിക് ആയിട്ട് ജാൻമണി പറയുന്നേ, ജാൻമണിയുടെ അത്രേ ഉള്ളൂ. പക്ഷെ അത് ഭയങ്കര ഒരു സീരിയസ് നോട്ടിലേക്ക് പോയി തുടങ്ങിയപ്പോ ഞാനൊരു യൂട്യൂബിൽ വീഡിയോ. കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ മിക്ക പേരും ഇങ്ങനെ കുറഞ്ഞ റീച്ച് കുറഞ്ഞു, പക്ഷെ അഭിഷേകും ജാൻമണി ഇപ്പോഴും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുക. എന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ആക്റ്റീവ്, നിങ്ങളുടെ ആ ഒരു കോംബോ കാരണം തോന്നിയിട്ടുണ്ടോ? അത് എനിക്ക് ഫീൽ ചെയ്തത് ഇപ്പൊ നമ്മുടെ വീഡിയോ വന്നപ്പം ആദ്യം ഒരുപാട് മാസീവ് നെഗറ്റീവ് കമന്റ്സ് വന്നു. നോർത്ത് ഇന്ത്യന്ന് വരെ. പക്ഷെ നോർമലി അങ്ങനെ കാണുവാണെങ്കിൽ പിന്നെ അവര് വീഡിയോ ചെയ്യത്തില്ല. പക്ഷെ നമ്മൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ഞാൻ എത്ര വിളിച്ചുള്ളൂ. നാളെ ഞാൻ ജാൻമണിയോടൊപ്പം വീഡിയോ നിർത്തുവാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്തപ്പം അല്ല, ആൾക്കാർ വിചാരിക്കും ഇവര് പറയുന്നതൊക്കെ ഞാൻ കേട്ട് അതനുസരിച്ച് ഞാൻ നിർത്തിയെന്ന് വിചാരിക്കണം. അങ്ങനെ അപ്പൊ അതില് ഫ്രണ്ട്ഷിപ്പിൽ ഒരു അർത്ഥമില്ലല്ലോ. ഇപ്പൊ ഞാനും നീയും ഫ്രണ്ട്സ് ആണ്, ഒരാൾ പറഞ്ഞിട്ട് ഞാൻ നിന്നോട് ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിക്കുകയാണെങ്കിൽ അത് ട്രൂ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ല. അപ്പൊ ഞാൻ അത്രേ വിചാരിച്ചിട്ടുള്ളൂ. പിന്നെ പലരും പറയുന്നുണ്ട് ജാൻമണിയോടൊപ്പം റീച്ച് കിട്ടാൻ വീഡിയോ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എത്രയോ പേർക്ക് ചെയ്യാം, എത്രയോ പേര് ചെയ്യുന്നില്ലേ? ഇപ്പൊ ജാൻമണിയോടൊപ്പം വീഡിയോ ചെയ്യാൻ വേറെ ആരും വരുന്നില്ലല്ലോ, ഞാൻ തന്നെയല്ലേ ചെയ്യുന്നത്. വേറെ ആരും ജാൻമണിക്കില്ലല്ലോ. അല്ല, അങ്ങനെയല്ല, അങ്ങനെ ആരും ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് ഇത്ര നെഗറ്റീവ് കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കൊരു നെഗറ്റീവ് കേൾക്കേണ്ട സുഖമായി വീട്ടിൽ ഭക്ഷണം കഴിച്ചിരിക്കാം. അത്രേ ഉള്ളൂ. ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് ഇടയ്ക്ക് ജാൻമണിയുടെ വീഡിയോ വന്നപ്പോ ലാവണ്യയുടെ കേറി വന്നിട്ടുണ്ടായിരുന്നു. ലാവണ്യയുടെ ഒരു നിങ്ങൾ തമ്മിൽ എന്താ അയ്യോ അഭിഷേക് ഗേ അല്ലേ
നമ്മള് കൺഫ്യൂഷൻ ആക്കിയല്ലോ എന്ന് പറഞ്ഞാണ്. കാരണം അങ്ങനെയായിരുന്നു ആ വീഡിയോ. ജാൻമണിയോട് പോലും ഇത്രയും ഒരു ഇതായിട്ട് ചെയ്തിട്ടില്ല. അപ്പം അത് വന്നപ്പോ എന്താ ഹാൻഡിൽ ചെയ്തിട്ട്? ലാവണ്യനെ എനിക്ക് പേഴ്സണലി അറിയില്ലായിരുന്നു. ഞാൻ അങ്ങനെ പറയാലോ. അല്ല, ക്രിക്കറ്റ് മാച്ചിന് പോയപ്പോ നെവിന്റെ ഫ്രണ്ടാണ് ലാവണ്യ. അപ്പൊ നെവിൻ എന്തോ പബ്ബിൽ വെച്ചോ പാർട്ടിയിൽ വെച്ചോ സംതിങ് പരിചയപ്പെട്ടെ. അപ്പൊ ക്രിക്കറ്റ് മാച്ചിൽ വെച്ചാ കാണുന്നേ. അപ്പൊ ലാവണ്യനോട് ചോദിച്ചു നമുക്കൊരു റീൽസ് ഒക്കെ എടുത്താലോ, നമ്മളെ ഇപ്പം 2 പേര് ചെയ്യുമ്പോഴാണല്ലോ ഇത്. അപ്പൊ ഞാൻ വിളിച്ചു ഓക്കെ ചെയ്യാം, എന്റെ പേജിനും റീച്ച് കിട്ടും, അവൾക്ക് 1 മില്യണോളം റീച്ച് ഉള്ള പേജ്. അങ്ങനെ ഒരു റീൽ എടുക്കാൻ ഇതാരെയും കൊറിയോ ചെയ്തത്? നെവിനാണോ കൊറിയോ ചെയ്തത്? എല്ലാരും ഉണ്ട്. നമ്മള് ചിരിച്ചു വീഴാണ്, ഇത് എടുത്തോണ്ടിരിക്കുമ്പോ ചിരിക്കുകയാണ്. നമ്മൾ ആ ഒരു സെക്ഷുവൽ രീതിയിലല്ലാതെ എടുക്കുന്നത്. പക്ഷെ സെക്ഷുവൽ രീതിയിലാണ് പ്രൊജക്ട് ചെയ്തത്. അത് എടുത്തവന്റെ കഴിവ്. കാരണം നമ്മൾ എങ്ങനെ പിടിക്കുന്നു അവിടുന്ന്, ഇങ്ങനെ പിടിച്ച് മലരെ നിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്. അപ്പം ആ ഒരു ഇതൊന്നപ്പോ എല്ലാരും ചോദിച്ചു ഇവൻ ഗേ അല്ലേ, അപ്പൊ ഇവന് പെണ്ണുങ്ങളോടുള്ള. അപ്പം ലാവണ്യയുടെ ഒരു കോമന്റ് ഉണ്ടായിരുന്നു അല്ല അങ്ങനെ ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓ അതൊക്കെ നീ കണ്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് വിളിച്ച് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടോ നിങ്ങളെന്താ? ഇല്ല, ലാവണ്യ എനിക്ക് അങ്ങനെ പരിചയം ഭയങ്കരമായിട്ടില്ല. റീല് ആദ്യമായിട്ടാണല്ലോ അങ്ങനെ വന്നത്. അപ്പം അല്ല, ഞാനിപ്പോ ജാൻമുനിയുടെ ഒപ്പം ചെയ്തിട്ടുണ്ട്, അപ്സര ചേച്ചിയുടെ ഒപ്പം റീൽ ചെയ്തിട്ടുണ്ട്. ഈ റീൽസ് ഒക്കെ ഇത് കുറച്ചും കൂടി ഒരു ഇതായി പോയി. അത് ഇവൻ എന്റെ പാരന്റ്സിനും അത് ഇഷ്ടപ്പെട്ടില്ല. എന്നെ അമ്മ വിളിച്ചു പറഞ്ഞു അങ്ങനത്തെ ചെയ്യരുത്, ഭയങ്കര മോശമായെന്ന് പറഞ്ഞ്. അമ്മ സപ്പോർട്ട് ചെയ്തോ? ഇല്ല. ബാക്കി ജാൻമുനിയുടെ ഒപ്പം ഉള്ളതൊന്നും നമുക്ക് പ്രശ്നം. ഇത് പക്ഷെ ഇച്ചിരി വൾഗറായി, ഇങ്ങോട്ട് ചെയ്യരുതെന്ന് എന്റെ അടുത്ത് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു. അതിനുശേഷം ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ലാവണ്യായിട്ട് കോണ്ടാക്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിളിച്ച കോണ്ടാക്ട് ഉണ്ട്, അത്ര തന്നെ. അല്ലാണ്ട് ആരുമായിട്ട് അമിതമായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ല. ഈവൻ ഇപ്പൊ ജാൻമുനി ആയാലും പ്രോഗ്രാമിന് മുമ്പ് കാണുന്നു എന്നല്ലാതെ അതിനുപരി അങ്ങനെയില്ല. നിങ്ങളെല്ലാം ഒരു റീൽസിന്റെ ഒരു സോഷ്യൽ മീഡിയ അത്രേ ഉള്ളൂ. ഇതിനപ്പുറം ഒരു വേറെ ഫ്രണ്ട് സർക്കിൾ ഉണ്ട് അഭിഷേക്? ഉണ്ട് ഒബ്വിയസ്ലി. അങ്ങനെ ഒരു ഫ്രണ്ട് സർക്കിളിൽ വരുന്ന വ്യക്തിയാണ് നെവിൻ. ആക്ച്വലി നെവിൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടില് വരുന്ന. ഞാനൊരു കോമന്റ് ഉണ്ടായിരുന്നു, നെവിനും അഭിഷേകും ഒക്കെ ഡേറ്റിംഗ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യൂട്യൂബില്. കാരണം നിങ്ങൾ ഒത്തിരി വീഡിയോസ് നെവിൻ പോകുന്നതിന് മുമ്പ് ഫുൾ ടൈം നെവിനും അഭിഷേകും ഒരുമിച്ചായിരുന്നു. ഇന്റർവ്യൂവിന് പോകുമ്പോഴായാലും പ്രോഗ്രാമിന് പോകുമ്പോഴായാലും ഞാൻ ആദ്യം നെവിനെ കാണുന്നതിന് അഭിഷേക് ഇന്റർവ്യൂവിന് കൊണ്ടുവന്നപ്പോഴാണ്. അങ്ങനെ നമ്മൾ പരിചയം ഞാൻ നെവിനെ. അപ്പം നിങ്ങൾക്ക് എപ്പോഴും ഒരുമിച്ചാണ് നിങ്ങളെ വീഡിയോസ്, നിങ്ങള് പറക്കാട്ടി പോകുന്നത്, അത് ഇതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആൾക്കാർ തോട്ടെന്ന് വെച്ചാൽ നെവിൻ ഒരു ഗേ ആണോ? ഈ ബിഗ് ബോസിലെ കുറച്ച് കാഴ്ച കണ്ടിട്ടാണ് നെവിൻ ഒരു ഗേ ആണോ അല്ലെങ്കിൽ അഭിഷേക് നെവിനും ഡേറ്റിംഗ് ആണോ എന്നുള്ളത്. അപ്പൊ അതിനുള്ളൊരു നെവിൻ ഗേ ആണോന്ന് എനിക്കറിയില്ല. കാരണം നിന്റെ കൂട്ടുകാരനാണ്. ചങ്കിനോട് കൂട്ടുകാരൻ ഗേ ആണെന്ന് എനിക്കറിയില്ല. അല്ല, ഇപ്പം ഞാൻ നിന്നെ ഫസ്റ്റ് കണ്ട് ഫ്രണ്ട്ഷിപ്പ് ആവാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് എടി നീ ലെസ്ബിയൻ ആണോ എന്നല്ല ചോദിക്കുക, നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ആണ് വെക്കുക. സെക്ഷുവാലിറ്റി ഒരിക്കലും ഫ്രണ്ട്ഷിപ്പിനിടയിൽ കൊണ്ടുവരാത്തൊരു ബേസിക്കലി. അങ്ങനെയാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് നടക്കൂല. അവിടെ ഫ്രണ്ട്ഷിപ്പ് കട്ടാവും. പിന്നെ എവിടെ പോകുമ്പോഴും നമുക്ക് ആ മൈൻഡ് ഒരു ചിന്തയിലും ഉണ്ടാവുള്ളൂ. നെവിൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ എന്താണത്, ഭയങ്കര ഒരു ഹൈപ്പർ ആക്റ്റീവ് ഒരു സാധനം. അപ്പം ഞാൻ അവനെ ഫസ്റ്റ് കാണുമ്പോ എനിക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ വേണം എന്ന് എനിക്ക് തോന്നി. കാരണം അത്രയും ജോളിയാണ്. അന്നാ ഫുൾ അടിയാണ്. ഞങ്ങള് 24 hours അടിയാണ്. പക്ഷെ അന്നാ തമാശയുണ്ട്. പക്ഷെ ഒരു ട്രിപ്പ് ഒക്കെ പോകുമ്പോ നമുക്ക് ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ പിന്നെ TV വെക്കണ്ടെന്നൊക്കെ നമ്മൾ പറയില്ല. അങ്ങനത്തെ ഒരു ഇതാണ്. ഫോണൊന്നും വേണ്ട, അങ്ങനെയാണ്. സെക്ഷുവാലിറ്റി ബേസിസിൽ നമ്മൾ ഇതുവരെ ഒരു ടോക്ക് വന്നിട്ടില്ല. വളരെ നല്ലൊരു ഫ്രണ്ടാണ്. പിന്നെ എനിക്ക് തോന്നുന്നു നെവിനെ വരയ്ക്ക് നിർത്താൻ പറ്റുന്ന ഒരു വ്യക്തി ഞാനാണെന്നാണ് എന്റെ വിശ്വാസം. കാരണം അവന്റെ ഫ്രണ്ട്സിനെയാണ് വരയ്ക്ക് നിർത്തുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ അവനൊരു റെസ്പെക്ട് ഉണ്ട്. കാരണം ഞങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഒരു മോഡലിംഗ് കമ്പനി ഉണ്ട്. അപ്പം നെവിനാണ് അതിന്റെ ബേസിക്കലി എല്ലാം നോക്കുന്നത്. പക്ഷെ ഞാന് കുറച്ച് സ്ട്രിക്റ്റ് ആയി നിന്നില്ലെങ്കിൽ അത് കയ്യിൽ നിന്ന് പോവും. അപ്പൊ ആ ഒരു പേടിയുണ്ട്. എന്നാൽ നമ്മള് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതിനുപരി റിലേഷൻഷിപ്പ് അങ്ങനെ ഒരു ടോക്കോ ഇതുവരെ അങ്ങനെ ഒരു സംസാരവും നമ്മൾ തമ്മിലില്ല. ഇപ്പോഴത്തെ ബിഗ് ബോസിൽ ഗസ്റ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു? ജാൻമുനീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ രണ്ടുപേരും മറ്റേ ഹോട്ടൽ ടാസ്കില് പോവാം. പക്ഷെ ആ ടൈമിലാണ് മമ്മി മരിച്ചു പോയിട്ട് അങ്ങനെ പറ്റിയില്ല. ഇപ്പോഴത്തെ ഒരു ബിഗ് ബോസ് സീസണിനെ പറ്റി എന്താണ് പറയാനുള്ളത്? കാണാറുണ്ട് ഇപ്പോഴത്തെ ബിഗ് ബോസ്? നെവിൻ ഇത്രയും നാള് നിന്നു. അതാണ് നമ്മള് ഡിസ്കസ് ചെയ്തത്. നമ്മുടെ അവന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ടൊക്കെ എങ്ങനെ പിടിച്ച് നിന്നു എന്നാണ് എനിക്ക് പറയാൻ, നിനക്ക് പറയാം. അല്ല, ഞാൻ വിചാരിച്ച ഫുഡ് ബേസിക്കലി പറ്റില്ല. ഞാൻ അവനോട് പോകുമ്പോ പറഞ്ഞു, മോനെ നീ 2 ആഴ്ച കഴിഞ്ഞ് ഫുഡ് പറ്റാണ്ട് നീ തന്നെ ഇറങ്ങി പോകും. അവന് ഒത്തിരി ക്യാറ്റ് ഉണ്ട്. അവൻ ഈ ക്യാറ്റിനൊക്കെ പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ലല്ലോ. ക്യാറ്റും ഓക്കെ, ഫുഡ് ഒരിക്കലും അവന് പറ്റില്ല.
ഫുഡിന്റെ പേരിൽ എന്നും അടിയാണ് ഞങ്ങൾ തമ്മില്. അവിടെ ഓരോ മിനിറ്റും തക്കാളിയും അതും ഇതുമൊക്കെ അവിടെ വാക്കോണ്ടേ ഉള്ളൂ. ഞങ്ങൾ തമ്മിൽ ചെകിടത്ത് വരെ അടിച്ചിട്ടുണ്ട് ഫുഡിന്റെ കേസില്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മന്തി കൊണ്ട് വെക്കുമ്പം വലിയ പീസും ചെറിയ പീസും ഉണ്ടാവും, ഒരു ബ്രസ്റ്റ് പീസും ഒരു ലെഗും ഉണ്ടാവും. എനിക്കും അവനും വലിയ ചെസ്റ്റ് പീസ് തന്നെ വേണം. ഇത് വെക്കുമ്പോഴൊക്കെ അവൻ അതില് നേരെ കൈ വെക്കും, എന്നിട്ട് പിന്നെ വലിയാണ്. ഫുഡിനാണ് മെയിൻ അടി. KFC-ന്ന് സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്തു KFC ചിക്കൻ. അതിൽ അവൻ കമന്റ് ഇങ്ങനെ കൊടുക്കാം, കുക്കിംഗ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടല്ലോ, അതിൽ അവൻ കൊടുത്തു ഹോട്ടലിലെ ഏറ്റവും വലിയ പീസുകൾ മാത്രം തരിക. കേക്ക്. എന്നിട്ട് അവന് വന്നത് 2 നുള്ളി പോലത്തെ പീസ്. ഈ ലുലുമാളിൽ നിന്ന് KFC സംതിങ് ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ വീട് കലൂർ സംതിങ് ആണല്ലോ. കലൂരിന്ന് വണ്ടിയിൽ ഈ 2 ചിക്കനും കയ്യിൽ പിടിച്ച് KFC-യിൽ ചെന്നിട്ട് ഇതെന്താ ഈ 2 ചെറുതെന്ന് ചോദിച്ചാൽ അടി ഉണ്ടാക്കി ചെസ്റ്റ് പീസ് മേടിച്ച് തിരിച്ചു വന്നിട്ടുണ്ട്. ഡയലോഗ് ഓർമ്മ വരുന്നു, മറ്റേ പൂച്ച കഴിച്ച കക്കി അതെടുത്ത് മീൻ വെച്ച അതിന്റെ അങ്കിള്. അതുപോലെയുള്ള ഒരു റിയൽ ലൈഫിൽ നെവിൻ അങ്ങനെയാണ്. അപ്പൊ ആൾക്കാർ പറയുന്ന ബിഗ് ബോസ് കണ്ടിട്ട് അവൻ ചുമ്മാ അഭിനയിക്കും, ഇതൊക്കെ ഒരിക്കലും അവന്റെ റിയൽ ക്യാരക്ടർ അങ്ങനെയാണ്. ഞാൻ പറയാന്ന് വെച്ചാൽ അവന്റെ 100-ൽ ഒരു 80% കണ്ടിട്ടുള്ളൂ. ഇനിയും ഭയാനകമായ ഒരു 20% ബാക്കിയുണ്ട്. ഭയാനകമാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. കാരണം സ്റ്റാർട്ടിങ് സീസണിലൊക്കെ നെവിൻ എന്നൊരു എന്റർടൈനർ ആയിരുന്നു. പക്ഷെ ഇപ്പം വന്ന് ഒത്തിരി പ്രശ്നങ്ങളാണ്, ഒത്തിരി ഹേറ്റ് വരുന്നുണ്ട്. നെവിനെ പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി ഹേറ്റ് വരുന്നുണ്ട്. അപ്പൊ ഇത് പുറത്ത് അവര് തരുന്ന വിഷ്വൽസിന്റെ കുഴപ്പമാണോ അതോ? അല്ല, ഞാൻ കണ്ടിടത്തോളം ആ ഷാനവാസിന്റെ ഇഷ്യൂ ആയാലും ഷാനവാസ് അങ്ങോട്ട് പോയിട്ടാണ് ആ പാൽ പാക്കറ്റ് അവന്റെ പിടിച്ചു മേടിക്കുന്നത്. അപ്പൊ അവന് ഒരു അഗ്രസീവ്നെസ് വന്നതാണ്. അപ്പം അതൊരു ഗെയിമാണ്. അപ്പൊ അതിനകത്ത് പിടിച്ചു നിൽക്കാൻ എന്തും കാണിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇപ്പൊ ഓൾമോസ്റ്റ് 90 days ആയി. അവൻ ഓൾമോസ്റ്റ് എന്റർടൈൻമെന്റ് മൊത്തം ഇറക്കി. 90 days ആയില്ലേ? ഇനി 10 ദിവസമേ ഉള്ളൂ. ഇനി 8 ദിവസമേ ഉള്ളൂ. 92 സംതിങ് ആയി. എല്ലാം ഇറക്കി. ഇനി എന്തെങ്കിലും ഒക്കെ കാണിച്ചു കൂട്ടണ്ടേ? അതിനുള്ള ഇതായിരിക്കാം. 5-ൽ ഉണ്ട് ആള്. എന്റെ അറിവിലുണ്ട്, ഉണ്ടാവും. അത് ഈ 90 ദിവസമൊക്കെ ബിഗ് ബോസ് നിക്കാന്ന് വെച്ചാൽ അതും നെവിൻ കോമണർ ആണ്. അത് സെലിബ്രിറ്റീസോ ഒന്നും അല്ല, ഒരു കോമണർ ആണ് കേറി വന്നത്. അവൻ നമ്മള് പ്രതീക്ഷിച്ചേ ഇല്ല. അവൻ ഒരു 30 ദിവസമായപ്പോഴേ നമ്മള് സംസാരിച്ചു, ഇവിടെ എങ്ങനെയോ അവൻ നിന്നേ നമ്മള്. അല്ല, ഞാൻ പ്രതീക്ഷിച്ചത് ഇവൻ ഭയങ്കര ഹൈപ്പർ ആയിട്ട് ഉള്ള ഒരു വ്യക്തിയല്ലേ, അത് കാണുമ്പോ ചിലപ്പോ മലയാളികൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കൊരു തോട്ട് ഉണ്ടായിരുന്നു. എന്തോ ഓവറാക്കലാണ്, കുറച്ച് എഫെമിനേറ്റ് ആണ്, കുറച്ച് ഫെമിനിൻ ആണ്, അപ്പൊ അത് ചിലപ്പോ ഇഷ്ടപ്പെടില്ല. പക്ഷെ ഇതെല്ലാം മാറ്റി വെച്ച് അവന്റെ ഒരു എന്റർടൈൻമെന്റ് സൈഡ് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഭയങ്കര. ഇപ്പോഴത്തെ സീസൺ എങ്ങനെയുണ്ട്? അഭിഷേകിനെ പേഴ്സണലി ആരേഷ്, നെവിൻ അല്ലാതെ ആരെയാണ് ഗെയിമിന് ഇഷ്ടം? ആദ്യം സീസൺ എങ്ങനെയുണ്ടെന്ന് പറയാം. എനിക്ക് തോന്നുന്നു എല്ലാ സീസണും കണ്ടിട്ടുണ്ട്. എന്റെ സീസൺ ഒഴികെ എല്ലാ സീസണും കണ്ടിട്ടുണ്ട്. കാരണം എനിക്ക് നമ്മളെ തന്നെ കാണുമ്പം ഒരു ഇത് വരും, നമുക്ക് ഇത് കണ്ടിരിക്കാൻ പറ്റില്ല. എസ്പെഷ്യലി എല്ലാവരും കൂടി ആക്രമിക്കുന്നത് കാണുമ്പോൾ ഇതാവും. ഞാൻ ബാക്കി എല്ലാ സീസണും കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 4th സീസൺ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. റോബിൻ, റിയാസ്, ലക്ഷ്മി പ്രിയ, അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീസണാണ് ഈ സീസൺ 7th. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. ഈ ലക്ഷ്മി പ്രിയ റിയാസ് പോലെ ഒരു അടിയായിട്ടാണ് എനിക്ക് അനുമോളും നെവിനും തമ്മിലുള്ള ഒരു ഫൈറ്റ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ നെവിൻ അല്ലാതെ എനിക്ക് അക്ബറിനെ ഭയങ്കര ഇഷ്ടമാണ്. യെസ്, ഫാൻ എന്ന് വെച്ചാൽ പുള്ളി പറയേണ്ടത് കറക്റ്റ് ആരാണ് വിൻ ചെയ്യണമെന്നാണ് ആഗ്രഹം അഭിഷേകിന് ബിഗ് ബോസ്? എനിക്ക് നെവിൻ വിൻ ചെയ്യണമെന്നാണ് ആഗ്രഹം. അതെ, 50 ലക്ഷം കൊണ്ടുവന്ന ഒരു 5 ലക്ഷം കടഞ്ഞു വെക്കാലോ. നീയാണ് യഥാർത്ഥ ഫ്രണ്ട്. അവൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എടുക്ക 5 ലക്ഷം എടുക്ക്, ഞാൻ നിനക്ക് വേണ്ടി അവിടെ. അല്ല, അവന്റെ ആദ്യം തന്നെ കിട്ടുവാണെങ്കിൽ 50 ലക്ഷവും എന്റെ അക്കൗണ്ടിൽ എടുത്തിട്ട് ചോദിക്കുന്നത് കൊടുക്കണം. കാരണം അവൻ ഒറ്റയടിക്ക് പട്ടായക്കോ എവിടേക്കും പോയി ഫുൾ അത് അവൻ തീർക്കും. അത് ഉറപ്പാ. നമുക്ക് ഒരുമിച്ച് ട്രിപ്പ് പോവാം. അതെ, കുറച്ച് എടുത്ത് വെക്കുന്ന സ്വഭാവം ഇല്ല അവന്. ഇപ്പോഴത്തെ ബിഗ് ബോസില് അനുമോൾക്ക് എല്ലാരും പറഞ്ഞു അനുമോൾക്ക് ഇത്രയും PR ഉണ്ട്. എന്താണ് ആക്ച്വലി PR? കുറെ സാധാരണപ്പെട്ട ആൾക്കാർക്ക്, നമ്മൾ ഈ ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് PR എന്താന്ന് അറിയാം, അല്ലാതെ സാധാരണ ആൾക്ക് PR എന്താണ്? എനിക്കും ഫസ്റ്റ് ബിഗ് ബോസിൽ പോയപ്പോ എനിക്ക് എന്താ PR എന്ന് അറിയണ്ടായിരുന്നില്ല. ബിഗ് ബോസിന് ശേഷമാണ് എനിക്ക് എന്താ PR എന്നുള്ള സംഗതി മനസ്സിലായി. നമ്മളിങ്ങനെ നമ്മളെ കുറിച്ചുള്ളത് ഇപ്പൊ സോഷ്യൽ മീഡിയസിൽ ഫുള്ള് കൊടുക്കുക. ഇപ്പൊ എന്ത് തുമ്മിയാലും കരഞ്ഞാലും അതിനൊരു പോസിറ്റീവ് ആക്കിയിട്ട് അതിനെ മാറ്റാം. ആൻഡ് പെയ്ഡ് ഓട്സും ഉണ്ട്. പെയ്ഡ് ഓട്സ് വെച്ചാൽ ഇപ്പൊ നമ്മൾ ബോട്ടമിലാണെങ്കിൽ ഒരു ഏജൻസിക്ക് നമ്മൾ പൈസ കൊടുക്കും. ഇപ്പൊ 1 lakh കൊടുത്തിട്ട് ഒരു 2000 ഓട്സ് എനിക്ക് മറിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. അപ്പൊ അങ്ങനെ അനുമോളുടെ കേസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി എനിക്കറിയില്ല. പക്ഷെ അനുമോൾക്ക് ഭയങ്കര ഫാൻസ് ഉണ്ട് ഓൾറെഡി. ലൈക്ക് 1 million ഫോളോവേഴ്സ് ഉള്ള ആളാണ്. അപ്പൊ പുള്ളിക്ക് PR ന്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക്
കറക്റ്റ് അറിയത്തില്ല, പക്ഷെ ഉണ്ടെന്ന് എല്ലാരും പറയുന്നു. ഇപ്പൊ ഫാൻസ് ബേസ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു നേരത്തെ ഉള്ള ഇതല്ലല്ലോ, അതിനകത്തുള്ള അതുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞാലും ഇപ്പൊ എന്തൊക്കെ തെറ്റ് ചെയ്താലും ഇപ്പൊ നെവിൻ എന്ത് തെറ്റ് ചെയ്യുമ്പോഴും എനിക്കതൊരു തെറ്റായിട്ട് തോന്നണില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നെവിന്റെ ഫ്രണ്ടാണ്, എനിക്കത് കാണുമ്പോ ഇവൻ എന്താ ചെയ്തതിൽ തെറ്റെന്നാണ് എനിക്ക് ഫീൽ ചെയ്യണത്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് പറഞ്ഞത് നിനക്ക് അങ്ങനെ തോന്നാത്തത് ഇതാ. അതുപോലെ അനുമോളെ ഇത്രയും കൊല്ലമായിട്ട് കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് തെറ്റായി തോന്നില്ല. ചിലപ്പോ സ്റ്റാർ മാജിക്കില് ഉള്ള അതേ സ്വഭാവമായിരിക്കും ചിലപ്പോ അനുമോളിൽ കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഓർഗാനിക് ഫാൻസ്, പിന്നെ കുടുംബ അമ്മമാര്, അതെ അതെ അതെ, അവർക്ക് വേണ്ടി കുറെ അനുമോള് കൊടുക്കുന്നുണ്ട്, ഒരുപാട് കൊടുക്കുന്നുണ്ട്. അല്ല, ഒരു 30-32 വയസ്സുള്ള ഒരു സ്ത്രീ ഒരു പാവക്കുട്ടീനെ പിടിച്ച് കളിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ക്രിഞ്ചായി തോന്നും. പക്ഷെ മേ ബി അമ്മമാർക്കൊക്കെ കച്ചവടാ, അവളൊരു മാനസപുത്രി തന്നെ തോന്നുന്നുണ്ടാവും. അതില് ഞാൻ ഒത്തിരി ട്രോള് കണ്ടതിൽ എനിക്ക് ഇഷ്ടം ചെയ്തത് സാബുവിനെ വെച്ചിട്ട് ഈറ്റ് 5 സ്റ്റാർ ഡു നത്തിങ് എന്ന്. അപ്പൊ ആളവിടെ ഒരു കോണ്ടന്റ് ആൾക്ക് കൊടുക്കുന്നില്ല, പക്ഷെ എന്നാലും ആൾക്കാർ തൊടുന്ന എങ്ങനെ ഇത്രയും നാള് അതില് നിന്നു? എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ളവര് ഹേറ്റ് വെച്ചിട്ട് ഇയാൾക്ക് വോട്ട് കൊടുക്കുന്നു. മറക്കുവല്ല. ഇപ്പം നീയും ഞാനും നിൽക്കണ നിന്നെ ഇഷ്ടമില്ലാത്തവര് എനിക്ക് വോട്ട് ചെയ്യില്ലേ, നിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് തള്ളി പുറത്താക്കാൻ. അപ്പൊ ആ ഒരു ഇത് വരുന്നതായിരിക്കും. എന്തായാലും ഈ വീക്ക് സബുമൻ ഔട്ട് ആണെന്നാണ് കേൾക്കുന്നത്. പക്ഷെ പുള്ളിയുടെ രീതിയിൽ എഫേർട്ട് മീൻസ് എല്ലാവരുടെ എഫേർട്ട് എടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ സാഹചര്യം നമുക്ക് പറയാൻ പറ്റില്ല. അതിനകത്ത് ഞാൻ ഭയങ്കര പെർഫോം ചെയ്യുന്ന വിചാരിച്ച് ഞാൻ ചെന്നതാ. എനിക്ക് ഫുഡ് കിട്ടുന്നില്ല, എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. ഫുഡ് കിട്ടുന്നില്ല. പിന്നെ എന്റെ ലൈഫിൽ ഇതുവരെ 10 ആൾക്കാർ കൂടി നിന്ന് നമ്മളെ പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇപ്പൊ രേണുസുതി പറഞ്ഞില്ലേ, രേണുസുതി എങ്ങനെ വിചാരിച്ചു പോയതാ, സുധിച്ചേട്ടൻ പോയപ്പോഴുള്ളൊരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്കാണ് പോയിക്കൊണ്ടിരുന്നതെന്നാ പറഞ്ഞത് അതിനകത്ത് നിന്ന്. അപ്പൊ അതിനകത്ത് സിറ്റുവേഷൻ നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്നെ അറിയുന്ന എന്റെ ഫ്രണ്ട്സ് അടുത്ത് ഞാൻ ഭയങ്കര ജോളി ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. പക്ഷെ അതിനകത്ത് എനിക്ക് ചിരിക്കാൻ പോലും ടൈം ഉണ്ടായിട്ടില്ല. ഫുൾ നെഗറ്റീവ് ആയിരുന്നു. കാരണം നമ്മൾ ഒരാൾ ഇങ്ങനെ കുറ്റം പറയുന്നു, എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യുന്നൊക്കെ വരുമ്പോ നമ്മുടെ മൈൻഡ് ഡൈവേർട്ട് ആവും. ഇപ്പോ സീസണില് ഔട്ടായത് നമ്മുടെ ആര്യൻ ആയിരുന്നു ഈ ഇടയ്ക്ക്. ആര്യൻ അൺഫെയർ തോന്നിയിട്ടുണ്ടോ? എവിക്ഷൻ അൺഫെയർ ആയിരുന്നു തോന്നിയിട്ടുണ്ട്. കാരണം ആര്യൻ നല്ല ഗെയിമറാ. എനിക്ക് ആര്യൻ അല്ലെങ്കിൽ നെവിൻ ജയിക്കണം എന്നായിരുന്നു ഒരു ടൈമിൽ എന്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയല്ലല്ലോ അല്ല, ആര്യൻ ഉള്ള ടൈമിൽ അല്ല, പുള്ളി എല്ലാ ഗെയിമും അടിപൊളിയായി കളിക്കും. പിന്നെ പറയേണ്ടതെല്ലാം പറയേണ്ട പോലെ പറയുന്നുണ്ട്. കുറച്ചൊരു എന്താ ഒരു റെസ്റ്റ്ലെസ് ആയിട്ടുള്ള അങ്ങനെ പറഞ്ഞൊരു ഇല്ലേ, ആ ഒരു ക്യാരക്ടറാണ്. അപ്പം അഭിഷേക് ആർക്കാ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? നെവിനാണോ? നെവിന് മാത്രം. അവൻ എല്ലാ എവിക്ഷനും വന്നിട്ടുണ്ട്. ഒരു എവിക്ഷൻ അങ്ങോട്ട് വരാതിരുന്നു ഹോട്ട്സ്റ്റാർ മാറ്റി. എല്ലാ എവിക്ഷനിലും വന്നിട്ട് 90 ദിവസം. എനിക്ക് അതല്ല, ഇനി പുറത്ത് വന്ന ഈ അഹങ്കാരം അല്ല ഞാൻ കാണേണ്ടി വരുമല്ലോ. ഇനി പുറത്ത് വരുമ്പോ അഭിഷേക് നീ ഏതാ മാറിക്ക് അങ്ങോട്ട്, എനിക്ക് വേണ്ടി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഞാൻ കേട്ടൊരു കാര്യം, സാധാരണ നെവിൻ ഇപ്പൊ ഒരാൾക്ക് ഒരു ബിഗ് ബോസിൽ ഒരു ഹേറ്റ് വന്ന അവരെ കമന്റ് സെക്ഷനിൽ പോയിട്ട് തെറി വിളിക്കുക, അല്ലെങ്കിൽ ഇത് നേരെ അഭിഷേകിനാ വരുന്നത്. നെവിൻ അല്ല, അഭിഷേകിന് ഇപ്പൊ പേഴ്സണൽ മെസ്സേജ് വരത്തില്ലേ, അഭിഷേക് സ്റ്റോറി എടുത്തില്ലേ, ഞാൻ ഇന്ന പോലെ ട്രിപ്പിലാണ്, ഞാൻ ബിഗ് ബോസ് കണ്ടില്ല, എന്താന്ന് വെച്ചാൽ നാളെ കണ്ടിട്ട് അഭിപ്രായം പറയാം എന്നൊക്കെ അതൊരു ഗെയിമാണ് എന്ന് വെച്ചാൽ സ്റ്റോറി ഇടാറുണ്ട്. അപ്പൊ എനിക്കൊന്ന് നെവിൻ എന്തെങ്കിലും അതില് ബിഗ് ബോസ് കാണിച്ചാൽ അഭിഷേകിനാണോ ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്നത്? കറക്റ്റ്. നെവിനെ പോസിറ്റീവ് ആയിരുന്ന സമയത്തും മെസ്സേജ് എനിക്ക് വരുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്, എനിക്ക് നെവിനെ കാണണം, നെവിനെ വീട്ടിൽ വിളിച്ച് ചോറ് കൊടുക്കണം, അങ്ങനെയൊക്കെ ഒരുപാട് പേര്. പിന്നെ എനിക്ക് ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള പെൺകുട്ടികൾ ക്രഷാന്ന് പറഞ്ഞു വരുന്നത്. ഇതൊക്കെ ഇവൻ എങ്ങനെ താങ്ങുന്നതാണ് വിചാരിക്കുന്നത്. പക്ഷെ ഒറ്റ ദിവസത്തെ നെഗറ്റീവ് വന്നു, കംപ്ലീറ്റ് എനിക്ക് മെസ്സേജസ് നെവിൻ എയർപോർട്ടിൽ വന്ന ഞങ്ങൾ തല്ലും, അങ്ങനത്തെ രീതിയിൽ ഭയങ്കര ഭീഷണി രീതിയിലും ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അനീഷ് അല്ല ഷാനവാസിന്റെ ഹാർട്ടിന് അത് ഉണ്ടാക്കില്ലേ, പാൽ പാക്കറ്റ് എറിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് വന്നു. അത് ആ എപ്പിസോഡിൽ എന്താ തോന്നുക, അങ്ങനെ ഷാനവാസിന് അത്രയും പരിക്ക് വന്ന സമയത്ത്? പരിക്കല്ല, എനിക്ക് തോന്നിയത് അതൊരു പാനിക് അറ്റാക്കാ. പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് ഒരു അറ്റാക്ക് വരുമ്പോ ഒരു ഞെട്ടിയിട്ട് വരത്തില്ലേ, അങ്ങനെ സംതിങ് ആണ്. അല്ലാതെ അത് പാൽ പാക്കറ്റ് കൊണ്ടതിന്റെ ഒരു പെയിൻ ആയിട്ടല്ല. പിന്നെ അത് പോയി അറ്റാക്ക് ചെയ്തത് ഷാനവാസാണ്, നെവിന്റെ കയ്യിൽ പോയി പിടിച്ചത് ഷാനവാസാണ്.
രണ്ടുപേരുടെ ആ ഭാഗത്തും ഒരു മിസ്റ്റേക്ക് ഒറ്റ സീൻ കൊണ്ട് ആൾക്ക് അത്രയും ഒരു കുറച്ച് നെഗറ്റീവ് വന്നു. പക്ഷെ സർപ്രൈസിംഗ്ലി അതിന്റെ നെക്സ്റ്റ് വീക്ക് അത് വീണ്ടും പോസിറ്റീവായി മാറുന്നുണ്ട്. ഇതിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് ഈ വിഷ്വൽസ് കാണിക്കുന്നതിന്റെ ഒരു ഇതാണ്. ഇപ്പം അഭിഷേക് ബിഗ് ബോസ് പോയിട്ടുള്ളത്, അപ്പൊ അഭിഷേകിന് അറിയാം പുറത്ത് എന്താണോ നമ്മൾ അകത്ത് കാണിക്കുന്നത് 80% പുറത്ത് വരണമെന്നില്ല, ഇല്ല 20% ഒക്കെ അവർ കാണിക്കുന്നത്. ചിലപ്പോ അതിന്റെ വേറൊരു സൈഡ് മാത്രമായിരിക്കും. ഇങ്ങനെയാണ് ഞാൻ കേട്ടുള്ള, ഇങ്ങനെ അഭിഷേക് ഞാനോട്ട് വഴക്കിടുന്നു, അഭിഷേക് ആയിരിക്കും പ്രശ്നം, പക്ഷെ ഞാൻ പറയുന്ന വിഷ്വൽസ് മാത്രം ഒരു വരത്തുള്ളൂ. അങ്ങനെ ചില ആൾക്കാർ ഫുൾ എപ്പിസോഡ് കാണാതെ ഇപ്പൊ ഏഷ്യത്തിൽ പേജ് വരുന്ന ഒരു സംഭവം ഇട്ട് അതിൽ കമന്റ്സ് ആണ് അവനെ പുറത്താക്കുക, അവനെ പുറത്താക്കുക എന്നൊക്കെ പറഞ്ഞു. അത് മാത്രമല്ല ലൈവില് പോലും ചിലപ്പോ ആ ഒരു സൈഡ് വരാതിരുന്നിട്ടുണ്ട്. എന്റെ കേസിൽ വരാതിരുന്നിട്ടുണ്ട്. അങ്ങനെ കുറെ ഉണ്ടാവും. പിന്നെ ചിലപ്പോ നോക്കുമ്പോ ഇപ്പൊ നമ്മൾ കാണുമ്പോ നെവിന് അനുമോളെ ഭയങ്കര ദേഷ്യം, പക്ഷെ അതിന് മുന്നേ കുറെ ഫൈറ്റ്സോ ഇൻസിഡൻസോ ചിലപ്പോൾ കാണിച്ചിട്ടുണ്ടാവില്ല. ലൈവില് പോയിട്ടുണ്ടാവും. എപ്പിസോഡിൽ കാണാത്ത പ്രഷർ നോക്കുമ്പോ ഇവൻ ഇവളെ ഭയങ്കര ടാർഗറ്റ് ചെയ്യുന്നു. ഞാൻ കണ്ടിട്ടുള്ളതില് അനുമോളും ഷാനവാസും ഇവനെ നീ നല്ലൊരു ആണാണോ, ആണുങ്ങളെ പോലെ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ചിലപ്പോ അതൊക്കെ അവനെ ഭയങ്കര ട്രിഗർ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ കാണുന്നത് നേരെ ഇവൻ ക്രൂരത കാണിക്കുന്നത് മാത്രമാണ്. ഇപ്പം ലക്ഷ്മി ഔട്ടായ സമയത്ത് ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഗേ സംഭവങ്ങളൊക്കെ പറ്റിയിട്ട്. പിന്നെയും ഒരു ഇന്റർവ്യൂല് അതിനെ പറ്റി സംസാരിച്ചു. കാരണം പുള്ളിക്കാരി മോഹൻലാലത്ത് ഇല്ല എന്ന് പറഞ്ഞൊരു മാസമായിട്ട് ഒരു ക്രെഡിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോ ആ ഒരു ഇന്റർവ്യൂല് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗേ കമ്മ്യൂണിറ്റിനെ അല്ലെങ്കിൽ LGBTQ ഒക്കെ പറ്റി. അപ്പൊ അതിനെന്താ പറയുക, പുള്ളിക്കാരി പുറത്ത് വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അവളുടെ മുഖം വരുമ്പോ തന്നെ നെക്സ്റ്റ് വീഡിയോ മാറ്റും. കാരണം ഇവരൊന്നും ലൈക്ക് എന്താണ് ബാക്കിയുള്ളവരുടെ സെക്ഷുവാലിറ്റിയിൽ തേർഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഇപ്പൊ പറയുന്ന വെച്ചാൽ ഈ പട്ടി പൂച്ച അങ്ങനെ ആവണോന്ന് പറയുന്ന ഒരു ഇതുണ്ട്. പട്ടി പൂച്ച ആവുന്നവർ എങ്ങനെ LGBTQ എങ്ങനെയാണ് ലെസ്ബിയൻ ഗേ ട്രാൻസ്ജെൻഡർ ക്യൂറിൽ എങ്ങനെ ഉൾപ്പെടുന്നതെന്ന് എനിക്കറിയില്ല. ഇനി പുറത്ത് ഉൾപ്പെടുന്നുണ്ടോന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് അവർ പട്ടി പൂച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല. നമ്മൾ സംസാരിക്കുന്നത് ഇപ്പൊ ഞാൻ ഗേ ആണ് അല്ലെങ്കിൽ വേറൊരാള് ഗേ ആണ്, ഒരാൾ ലെസ്ബിയൻ ആണെങ്കിൽ തേർഡ് പേഴ്സൺ അത് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറയാൻ എന്താ? ആർക്കാണ് സപ്പോർട്ട് വേണ്ടത്? അതൊരാളുടെ ചോയ്സ് അല്ല. ഇപ്പൊ ഒരാൾ ഒരു സെക്ഷുവാലിറ്റിയിൽ ജനിക്കുന്നതോ ജീവിക്കുന്നതോ അവര് അങ്ങനെ ജനിച്ചു വരുന്നതാണ്. അതൊരിക്കലും ഇൻഫ്ലുവൻഷ്യൽ അല്ല. ഇപ്പൊ എന്താ പറയാ, നിനക്ക് കുറച്ച് ലെസ്ബിയൻ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും മേ ബി, അല്ല ഉണ്ടായിരിക്കും എന്ന് വെച്ച് നീ ലെസ്ബിയൻ ആവണമെന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ചിലപ്പോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒരു രീതിയിൽ സംസാരിക്കണം. ഇപ്പൊ ഞാൻ ഭയങ്കര എന്താടോ ഒന്ന് ഫെമിനിനായി സംസാരിച്ച് കുറെ കേട്ടാ ചിലപ്പോ നിനക്ക് അങ്ങനെ ഒരു സംസാരം വരാം. പക്ഷെ നമ്മുടെ അട്രാക്ഷൻ നിനക്ക് ഒരിക്കലും അട്രാക്ഷൻ മാറ്റാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഗേകൾക്കോ ട്രാൻസ്ജെൻഡേഴ്സിനോ ഇരുന്ന് മമ്മൂട്ടിയുടെ അല്ലെങ്കിൽ മോഹൻലാലിന്റെ 2 സ്ഫടികമോ 2 സിനിമ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നല്ല മസ്കുലിൻ ആയിട്ടുള്ള ആണുങ്ങളോ അങ്ങനെയായി മാറിക്കൂടെ? അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അങ്ങനെ അത്രയും അവര് കൺസേൺഡ് ആണ് അവരുടെ കുട്ടി അങ്ങനെ കാണുന്നത് വെച്ചാൽ ഫസ്റ്റ് അവർ ചെയ്യേണ്ടത് എന്താ, അങ്ങനെ ലെസ്ബിയൻസ് ഉള്ള ഒരു ഷോയിൽ പോവരുത്. അത് അതിനകത്ത് പോയി അതിനകത്ത് കുട്ടീനെ കയറ്റാൻ പറ്റിയെന്നും കരഞ്ഞിട്ട് പിന്നെയും പറയുന്നതിൽ ഒരു അർത്ഥമില്ല. ബേസിക്കലി അറിവ് കുറവ് ആണ്. പിന്നെ അങ്ങനെ ഒരു ഹേറ്റ് ഉള്ള കമ്മ്യൂണിറ്റിക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ മാസീവ് ആയിട്ടുള്ള സപ്പോർട്ട് കിട്ടും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ആ സപ്പോർട്ടിന് വേണ്ടി ബെഗ് ചെയ്തിട്ട് അങ്ങനെ ഒരു പരിപാടി ചെയ്യണമെങ്കിൽ 100% കിട്ടും. നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. കാരണം അത്രയും വെറുപ്പുണ്ട്. ആദ്യത്തെ 2 ദിവസം ആൾക്കെതിരെ ഹേറ്റ് ആണെങ്കിലും പിന്നെ അങ്ങോട്ട് ഫുള്ള് മോഹൻലാലിനെ വരെ എക്സാക്ട്ലി മോഹൻലാലിന്റെ പേജിൽ വരെ മോശമായിട്ട് അങ്ങനെ കമന്റ് ചെയ്യുമ്പം ഒബ്വിയസ്ലി അറിയാലോ മോഹൻലാലിനെക്കാട്ടും ലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്യും ഒരു സ്റ്റേറ്റ്മെന്റും ഉണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. ഇനിയിപ്പോ നാളെ ഒരാൾക്ക് പക്ഷെ അങ്ങനെ പറയുമ്പം അവര് മനസ്സിലാക്കേണ്ടത് ഒരു സമൂഹത്തിലെ കുറെ ആളുകളുടെ ലൈഫിനെയാണ് ഇവര് ത്രെട്ടൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ലൈഫിനെയാണ് ഇവര് എഫക്ട് ചെയ്യുന്ന ഇവരുടെ സംസാരം. ഇവര് പറയുന്ന LGBTQ ഇപ്പം ഓരോ സൈഡിലുണ്ട്. അതായത് ഇപ്പൊ ചില ആൾക്കാരെ ഉപദ്രവിച്ചും മോശമായ രീതിയിലും മറ്റേ റോഡ് സൈഡിലും അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. അപ്പൊ ഇവർ ആ ഒരു കാറ്റഗറിയിലാണ് എല്ലാരെയും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏഞ്ചലിന് ഒരു ബസ്സിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. അല്ല, അത് ചെയ്തത് ഒരു LGBTQ മെമ്പർ ആണോ? അല്ല. കുറെ റേപ്പുകൾ നടക്കുന്നുണ്ട്. അത് ചെയ്തത് LGBTQ മെമ്പർ ആണോ? നമ്മുടെ ഭക്ഷണം കട്ടുന്ന ഒരു ആദിവാസി യുവാവിനെ കുറെ പേര് കൂട്ടിയിട്ട് അടിച്ചു കൊന്നു. അത് ചെയ്തത് LGBTQ ആൾക്കാരാണോ? അല്ല. അപ്പോ നമ്മള് ഇരുന്ന് ആണുങ്ങളെല്ലാവരും പീഡനവീരന്മാരാണ് അങ്ങനെ നമ്മൾ ഒരിക്കലും പറയില്ല. അങ്ങനെ പറയാൻ പാടില്ല, അത് തെറ്റാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തി ചെയ്തെന്ന് വെച്ച് നമ്മൾ ഒരിക്കലും ജനറലൈസ് ചെയ്ത് ഒരിക്കലും പറയാൻ പാടില്ല. അതാണ് ഇവര് ചെയ്യുന്ന മിസ്റ്റേക്ക്. അത് അങ്ങനെ പറയുമ്പോൾ എഫക്ട് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ക്യൂർ പീപ്പിൾ കുറെ സ്ട്രഗിൾ ചെയ്തിട്ട് ജീവിക്കുന്നവരുണ്ട്. പരിഹാസം, പുച്ഛം, അതൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് വീണ്ടും തലയിൽ കൊണ്ടിടുകയാണിത്. പക്ഷെ എനിക്ക് അഭിഷേകിന് അങ്ങനത്തെ ഒരു ഹേറ്റ് ഇല്ല, ഞാൻ കണ്ടിട്ടില്ല.
അഭിഷേകിന് ഗേ എന്നതിൽ പെൺകുട്ടികളും ഫാൻസാ, ആൺകുട്ടികളും ഫാൻസാ, പെൺകുട്ടികളുടെ ക്രഷാ, ഇങ്ങനെയൊക്കെ പറഞ്ഞ അങ്ങനെ ഞാൻ അങ്ങനെ അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞിട്ട് നിർത്തിക്കണ്ടായിരുന്നു. അല്ല, എനിക്ക് അങ്ങനെ ഇതിന് ഞാൻ ഭയങ്കര സന്തോഷിക്കുന്ന ഒരു വ്യക്തിയല്ല. കാരണം അതിലൊരു അർത്ഥം ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നമ്മള് ഇപ്പം എനിക്ക് വേണമെങ്കിൽ എന്റെ സെക്ഷുവാലിറ്റി പറയാതിരിക്കാം. എനിക്ക് സുഖമായിട്ട് ഒരു പെൺകുട്ടീനെയും കല്യാണം കഴിച്ച് അവരുടെയും ജീവിതവും നശിപ്പിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഞാൻ ആരെയാണ് ചതിക്കുന്നത്? ആ പെൺകുട്ടി ഏറ്റവും കൂടുതൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു കോമന്റ്സും ട്രോളും വരുന്നത് ജാസിക്കായിരിക്കും. ജാസി ആള് പറഞ്ഞിട്ട് ട്രാൻസ് ആണെന്ന് പറഞ്ഞു. അപ്പം എനിക്കൊന്ന് ആൾക്കാണ് ഏറ്റവും കൂടുതലുള്ള ഒരു എന്ത് ഫോട്ടോ ഇട്ടാലും എന്ത് വീഡിയോ ഇട്ടാലും അവർക്ക് ആ ഒരു മെന്റൽ പ്രഷർ ആലോചിച്ചിട്ടുണ്ടോ? ആൾക്കാർ കൊടുക്കുന്ന ഒരു നല്ല വാക്ക് കിട്ടാൻ വേണ്ടി ഒരു ദിവസം ഒരു പോസ്റ്റ് കണ്ടിരുന്നു. നല്ല ഞാന് സീരിയസ് ആയിട്ട് പറയും. അല്ല, ഞാൻ ചിരിച്ചു പോകുന്നത് ഞാനിപ്പോ ജാസി പെട്ടെന്ന് റീലൊക്കെ ഓർത്ത് ഞാന് ഇമോഷണലി ഒരു സാധനം പറഞ്ഞു അപ്പൊ കാര്യം മനസ്സിലായി. പക്ഷെ സംഭവം ജാസി ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഏറ്റവും ഞെട്ടിക്കുന്ന കാരണം കുറെ പൈസ വരുന്നുണ്ട്. റീലൊക്കെ ചെയ്യുമ്പോ നല്ല പൈസ കിട്ടും. രേണു സുധി ആദ്യമേ ഔട്ടായതെല്ലാം ഇറങ്ങിപ്പോയി. പക്ഷെ രേണു സുധി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ 90 ദിവസം ഈ സമയം വരെ അവിടെ കാണാൻ തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നണില്ല. കാരണം രേണുസുധിയുടെ ഗെയിം ഭയങ്കര ഡൗൺ ആയി പോയി. നല്ല രീതിയിൽ കളിച്ചിരുന്നെങ്കിൽ രേണുസുധിക്ക് ഒരുപാട് ഫാൻസ് ആയത്. കാരണം പുറത്തുള്ള നെഗറ്റീവ് ഒക്കെ 2 ദിവസം കൊണ്ടുള്ളിൽ വന്നപ്പോ മാറിയ ആളുടെ ആളെന്തായാലും നിന്നേനെ, ചിലപ്പോ 100 days ഉണ്ടായേനെ. ഇപ്പം നോറ അതിലെ കേസില് ആര്യൻ വയറിൽ നോക്കിയിട്ട് എന്തോ കാണിച്ചു. ഞാൻ കണ്ടില്ല. ഞാനും പറയലേ കേട്ടുള്ളൂ. അതില് പറയുന്നതാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റോട്. അപ്പം അത് അവര് കാണിക്കാത്തതെന്ന് തോന്നിയിട്ടുണ്ടോ? അതോ അവര് കള്ളം പറയാൻ തോന്നിയിട്ടുണ്ടോ? നോ ഐഡിയ. അത് കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ, രണ്ടുപേരും പറയുന്നില്ലേ. ആര്യനെ പറ്റി ഇങ്ങനത്തെ ന്യൂസ് കേൾക്കാറുണ്ടോ? ആര്യനെയോ? എനിക്ക് ആര്യനെ പേഴ്സണലി അറിയില്ല. ഞാൻ ഏതോ ഒരു പബ്ബിലോ സംതിങ് ആര്യനെ കണ്ടിട്ടുണ്ട്, മുംബൈയില്. ഐ ഗസ് സോ. അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒരു. ഈ ഒരു സംഭവം വന്ന സമയത്ത് ഒത്തിരി കോമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ആര്യൻ ഇങ്ങനെ നോക്കി, പക്ഷെ ആര്യൻ പറയുന്നു ആര്യൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റിലോട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് പല കാര്യങ്ങളും. പുറത്ത് വേറെ, അകത്ത് വേറെയാണ്. ഇപ്പൊ മസ്താനി ഇറങ്ങിയ സമയത്ത് മസ്താനിക്കുള്ള ഒത്തിരി ഹേറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് മസ്താനിക്ക്. പക്ഷെ ഇപ്പൊ ആൾക്കത് കുറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഓരോ സീസണിലും സൈബർ ബുള്ളിങ് നേരിട്ട കഴിഞ്ഞ സീസണിൽ ജാസ്മിൻ ആയിരുന്നു തോന്നുന്നു എനിക്ക്. ഈ സീസണിലും മസ്താനിയായിരുന്നു. ജാസ്മിനെയും മസ്താനിനെയും നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. ബിക്കോസ് ജാസ്മിൻ അതിനകത്തൊരു ലവ് ട്രാക്ക് പിടിച്ചു എന്നല്ലാതെ വേറെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മസ്താനി അതിനകത്ത് എല്ലാവരുടെയും പേഴ്സണൽ ലൈഫിലേക്ക്, ബോയ് ഫ്രണ്ടിന്റെ ലൈഫിലേക്ക് വളരെ മോശം രീതിയിൽ സംസാരിച്ചിട്ടുള്ള, കമ്മ്യൂണിറ്റിക്കെതിരെ എല്ലാവർക്കും എതിരെ സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവരൊരിക്കലും ജാസ്മിൻ ഒരു നല്ല ലേഡി ആയിട്ടാണ്. നെവിൻ ഒരു ലവ് ട്രാക്ക് പിടിച്ചാൽ എങ്ങനെ ഇരിക്കും തോന്നിയിട്ടുണ്ട്? ബിഗ് ബോസിൽ നെവിൻ ഒരു ലവ് ട്രാക്ക് ഒക്കെ പിടിച്ചു. അവൻ ഇങ്ങനെ ഇറങ്ങി വരട്ടെ, ലവ് ട്രാക്ക് പിടിച്ച് ചൂലായിട്ട് ഞാൻ പുറത്ത് നിൽക്കുന്നുണ്ടാവും. ഫ്രണ്ട്ഷിപ്പിലും പൊസസീവ് ഉണ്ടോ? പൊസസീവ് അല്ല, അവൻ ലവിനെതിരെയുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പൊ ആര് റിലേഷനിലായാലും അവൻ അത് എങ്ങനെ തകർക്കാം. എന്റെ അടുത്ത് വേണ്ട, നീ റിലേഷനിലായ പിന്നെ നമ്മൾ തമ്മിൽ ഇതില്ല എന്നുള്ളൊരു ഇതാണ്. നീ പറഞ്ഞു വരുന്നത് നീ ഇപ്പൊ സിംഗിൾ ആണെന്നാണ് ഇതിൽ പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് അവൻ അങ്ങനെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവൻ എന്നോട് പിണങ്ങി. അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാം. അപ്പൊ അതെ, അവന് ഫസ്റ്റ് ഓഫ് ഓൾ അവന് റിലേഷൻഷിപ്പിനോട് വിരോധിയാണ്. ബിക്കോസ് പാസ്റ്റ് അവന് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ഒരു മാസീവ് ബ്രേക്കപ്പ് സംതിങ് ഉണ്ടായിരുന്നു. അതിന്റെ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നു. നെവിന്റെ പഴയ ഫോട്ടോസ് ഒക്കെ വരുന്നുണ്ട്. ഭയങ്കര ഭംഗിയായിരുന്നു പണ്ടൊക്കെ, ലുക്കായിരുന്നു, മുടിയൊക്കെ വളർത്തി ഭംഗിയിലൊന്നും. പക്ഷെ നേരത്തെ ഫോട്ടോ കുറച്ചുകൂടി മാൻലി ലുക്കായിരുന്നു എന്നൊക്കെ ഒത്തിരി ഫോട്ടോസ് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ചേഞ്ച് എങ്ങനെ ഇതിലോട്ടായത്? അതെനിക്ക് അറിഞ്ഞില്ല. ഞാൻ നെവിനെ കാണുമ്പോ മുടിയുള്ള നെവിനാണ്. എനിക്ക് നെവിനെ 2 years ആയിട്ടേ പരിചയമുള്ളൂ. അതിൽ പക്ഷെ നല്ല ബോണ്ടായി. അപ്പം അവൻ ഈ ഫോട്ടോസ് എപ്പോഴും കാണിച്ചതെന്ന് പറയണ്ടത്, ഞാൻ ഇങ്ങനെയായിരുന്നു, എനിക്ക് 2 months മതി എന്റെ ബോഡി ഫിറ്റ്നസിന്, ഞാൻ ഇപ്പൊ കുറച്ച് ഫുഡ് അടിച്ച് ഇങ്ങനെ നടക്കും. നെവിന്റെ എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ ഒന്ന് നെവിനെ പോലെ ഒരു അയ്യോ നെവിനെ പോലെ എനിക്ക് എന്തെങ്കിലും ബിഗ് ബോസിലെ എന്തെങ്കിലും ഒരു സംഭവം, എന്തെങ്കിലും ഒരു സാധനം നമുക്ക് വേണ്ടി ബിഗ് ബോസിലത്തെ എന്റെ അടുത്ത് സംസാരിക്കുന്നു തക്കാളിയൊക്കെ കട്ടെടുത്ത് കഴിക്കുന്ന എന്തിനാ? തക്കാളി പകർത്തികളെ, അതാണ് അവന്റെ ഡയലോഗ്. പിന്നെന്താ ലാലേട്ടനോടൊക്കെ സംസാരിക്കുന്നത് കാണിക്കാവോ?
എനിക്ക് അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ കിട്ടില്ല. നെവിൻ എപ്പോഴും ഉള്ളത് ഒരു സ്വാഗ്, ഒരു വാട്ട് എവർ ഇറ്റ് ഈസ്, ഐ ഡോണ്ട് കെയർ. അത് ജാൻമോണിയുടെ നിന്ന് കിട്ടിയതാട്ടോ ഈ വാട്ട് എവർ ഇറ്റ് ഈസ്. ഈ ഹല്ലേ എന്ന് പറയുന്നത് ഞാൻ പറയുന്ന സാധനം, അതൊക്കെ കൂടി അവൻ അവിടെ കൊണ്ടിറക്കി. പിന്നെ ഈ നമ്മൾ എന്താടാ ഇങ്ങനെ ആ സാധനം കണ്ടായിരുന്നോ, ഒരു നമ്മളെന്താടാ ഇങ്ങനെ ആ സാധനം, അത് നമ്മള് ഫോൺ വിളിച്ചിട്ട് ഹലോ എന്ന് പറയുന്നതിന് പകരം നമ്മുടെ ഒരു കോഡായിരുന്നു നമ്മൾ എന്താടാ ഇങ്ങനെ ചോദിക്കണത്. അതൊക്കെ ഇപ്പൊ ലാലേട്ടൻ വന്നിട്ട് ചോദിച്ചു തുടങ്ങി അവരുടെ അടുത്ത്. ഓക്കെ, നെവിനാണ് വിന്നർ ആവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അത് ഭയങ്കര ഒരു സംഭവമായിരിക്കും. കാരണം PR ഇല്ല, ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു വ്യക്തി. പേഴ്സണൽ റിലേഷൻ അഭിഷേക് ഞാനാണ് നെവിന്റെ പൈസ കൊടുക്കാത്ത സ്നേഹം ഉള്ള ഒരു PR. സത്യം പറയാം, ഒരു സ്റ്റോറി പ്രൊമോഷൻ എത്ര രൂപ വാങ്ങുന്നില്ലേ? അതൊക്കെ ഞാൻ അവന്റെ മേടിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അത് വേറെ കാര്യം ഇല്ല, ചുമ്മാ പറഞ്ഞ. പക്ഷെ ഒരു PR ഇല്ലാതെ പ്യുവർ ഹാർഡ് വർക്ക് കൊണ്ട്, ഹാർഡ് വർക്ക് ഇൻ ദ സെൻസ് അതിനകത്ത് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അത് എല്ലാം ഫുഡും എല്ലാം സഹിച്ച് അവൻ നിൽക്കുന്നുണ്ടെങ്കിൽ വിന്നറായ പൊളിക്കും. ഉറക്ക പ്രാന്തനാണ്. എല്ലാരും പറയുന്നു അനീഷ് ആയിരിക്കും കപ്പ് കൊണ്ടുപോകുന്ന പറയുന്നത്. അനീഷിനെ ഇഷ്ടമാണോ? അനീഷിനെ ഫാൻസ് ഒക്കെ കൂടി എനിക്ക് പൊങ്കാലിടും. എനിക്ക് കുറച്ച് ക്രിഞ്ച് ആയിട്ട് ഫീൽ ചെയ്യാറ്. അനീഷ് അനുമോൾ എന്നുള്ള കോംബോ ആണ് ഇപ്പൊ വന്നിട്ടുള്ളത്. അത് അതിലും ക്രിഞ്ചായിട്ട് അതിലും ക്രിഞ്ച്. ഇപ്പം ആദ്യമൊക്കെ അനീഷും അനുമോളും ഒക്കെ വഴക്കായിരുന്നു. അതിപ്പോ മാറി എല്ലാവർക്കും അവരുടെ ഒരു കോംബോ കാണാൻ ഇഷ്ടമാണ്. ഇന്നത്തെ അവര് ഏഷ്യനെറ്റ് ഇട്ടതിൽ ഇഷ്ടമാണോ എന്നെ എന്നൊക്കെ ചോദിക്കുന്നു. ഇഷ്ടമാണോന്നല്ല, കല്യാണം കഴിക്കാന്ന് ചോദിച്ചേ. അപ്പൊ അങ്ങനത്തെ ഉള്ള ഇതൊക്കെ അല്ല, എനിക്ക് അവരുടെ കോംബോ എല്ലാരും അനുമോളെ ഒപ്പോസ് ചെയ്ത് നോക്കുമ്പോ ഒരു സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹാപ്പിനെസ്. അതിന്റെ ഉള്ളില് ഇതാണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഈ റൊമാൻറ്റിക്കിലായിട്ട് അത് വരുമ്പോ കുറച്ച് പേഴ്സണലി ക്രിഞ്ചായി തോന്നി. ബാക്കിയുള്ളവർക്ക് എനിക്കറിയില്ല. എനിക്ക് അനീഷ് ഏട്ടന്റെ പല ഇങ്ങനെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് വേർഡ്സ് ഇങ്ങനെ പറയുന്നില്ലേ, ഇല്ല ഇല്ല പറയും. അത് അല്ല, ഞാനിപ്പോഴേ നെവിനെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ എന്റെ അടുത്ത് വന്ന ആൾക്കാർ പറയും നീ ലൈവ് കണ്ടിട്ട് പറയടാ, നീ ലൈവ് കണ്ടിട്ട് സംസാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ TV-യിൽ ഈ വർക്ക് ചെയ്യുന്നു, ലൈവ് നോക്കുന്നു, അങ്ങനെയാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം പറയുമ്പോൾ നമുക്ക് പോയിന്റ്സ് ഉണ്ട്. അപ്പൊ നോക്കുമ്പോ ഇയാൾ ഇങ്ങനെ കുറെ നടക്കും, അങ്ങനെയല്ല അങ്ങനെ പറയും. അതൊക്കെ ഞാൻ കാണുന്നുള്ളൂ. അപ്പൊ എനിക്ക് കുറച്ച് ക്രിഞ്ചായിട്ട് റിപ്പീറ്റേറ്റീവ് ആയിട്ട് സെയിം സാധനം പറയുന്ന പോലെ ഞാൻ കണ്ടോളൂ. നിങ്ങളുടെ കഴിഞ്ഞ സീസണിലുള്ള ആൾക്കാര്, ഇപ്പൊ ഉള്ള സീസണിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ജിസയിലോ ആരെങ്കിലും അവരിറങ്ങുന്നു, പിന്നെ അവരോട് പോകുന്ന ഒരു ഗ്യാങ് ആവുന്നു, റീൽസ് എടുക്കുന്നു, കാര്യങ്ങൾ. അഭിഷേക് ഇതിലൊന്നും പെടുന്നില്ല. അഭിഷേക് ഒരു ജാൻമണിയും നിങ്ങൾ മാത്രമേ ഒരു കോംബോ ഉള്ളൂ ഇതിലോട്ട്. ഇപ്പൊ പല ആൾക്കാരും എന്ന് വെച്ചാൽ അവര് സീസൺ കഴിയുമ്പോ അവര് ആ സീസണിൽ വഴക്കിട്ടവരായിരിക്കും, അവര് പിന്നെ ഒന്നാവുന്നു, അവര് റീൽസ് ഇടുന്നു, അവര് ട്രിപ്പ് പോകുന്നു. അങ്ങനെ അഭിഷേക് എന്താ അതിലൊന്നും ഇൻവോൾവ് ആവാറ്? ഞാൻ നമുക്ക് ഗ്രൂപ്പ് ഉണ്ട്, ബിഗ് ബോസിന് ഒരു ഗ്രൂപ്പ് ഉണ്ട്, അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞ് ഫോം ചെയ്തിട്ട് അസോസിയേഷൻ ഫോം ചെയ്ത് എല്ലാരും കൂടിയിട്ട് ഒരു ബിഗ് ബോസ് അസോസിയേഷൻ. ഞാൻ അതിനകത്ത് പാർട്ടായിരുന്നു. ഞാൻ എൻ്റെ ഏതോ ഒരു നേരത്തെ പൊട്ട ബുദ്ധിക്ക് അവരുടെ ക്രിക്കറ്റ് മാച്ചിന് പോയി. അതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും റോങ് ഡിസിഷൻ. അതിൽ ഞാൻ നെവിനെ കൊണ്ടുവന്നിരുന്നു. നമ്മളടുത്ത് ക്രിക്കറ്റ് മാച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് കാണികളായിട്ട് ആൾക്കാരെ കൊണ്ടുവരും. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ആരെയും കൊണ്ടുവരരുന്നത്. ഞാൻ നെവിനെ കൊണ്ടുവന്നു, എൻ്റെ ബ്രദറാണ് നെവിൻ കൊണ്ടുവന്നു. ഈ മാച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര ഇഷ്യൂ ഗ്രൂപ്പില്, ഇവൻ കഞ്ചാവാണോ, ഈ മുടി വളർത്തിയിട്ടുണ്ടല്ലോ, ഈ കഞ്ചാവിനൊക്കെ എന്തിനാ കൊണ്ടുവന്നെ, അഭിഷേക് എന്തിനാ കൊണ്ടുവന്നെ, ഭയങ്കര ഇഷ്യൂ. അല്ല, ഞാൻ പറയാം, ഈ ഇഷ്യൂല് ഡിസ്കഷൻ ചെയ്തിട്ടുള്ളവർ ആരാന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇവനെ കുറിച്ച് കഞ്ചാവാണോ, അതാണ് ഇവൻ ഏത് കഷ്ടകാല നേരത്തെ ലാവണ്യനെ പിടിച്ചുകൊണ്ടു. എനിക്ക് ലാവണ്യ ആരാന്ന് പോലും ഒന്നും അറിയത്തില്ല. ഇവന്റെ ഫ്രണ്ടാണ് ലാവണ്യനെ ഡ്രോപ്പ് ചെയ്യണം സംതിങ് കൊണ്ടുവന്നു. ലാവണ്യ അതിനകത്ത് കയറി മീഡിയ മൊത്തം ലാവണ്യനെയും നെവിനെയും കവർ ചെയ്തു. ഇവരുടെ ബേസിക് പ്രോബ്ലം ഇസ് ഇവർ ഇത്ര പ്രോഗ്രാം നടത്തിയിട്ട് മീഡിയ കവറേജ് ലാവണ്യെ കൊണ്ടുപോയി. ഓക്കെ, അത് പക്ഷെ എനിക്കറിയത്തില്ല. ഞാൻ വിളിച്ചിട്ടല്ല ലാവണ്യന്റെ ഫോണിൽ ലാവണ്യയുടെ നമ്പർ ഇല്ല എന്ന്, നെവിനാണ് കൊണ്ടുവന്നത്. പക്ഷെ ഇത് വലിയ ഇഷ്യൂ ആയി. പിന്നെ ഭയങ്കര ഗ്രൂപ്പിൽ ഡിസ്കഷൻ, നെവിനെതിരെയൊക്കെ. നെവിന് ഇതാണ് കഞ്ചാവ്, പയ്യനാണോ എന്ന് അറിയത്തില്ല, ഇങ്ങനെ മുടി നീട്ടി വളർത്തിയ ഒരു കഞ്ചാവാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്തു. ഞാൻ ഇനി ഒരു പ്രോഗ്രാംസിനില്ല, ഞാൻ ഡിസൈഡ് ചെയ്തു. കാരണം അല്ലെങ്കിൽ എൻ്റെ അടുത്ത് മുന്നേ പറയണം, ഈ ക്രിക്കറ്റ് മാച്ചിന് ആരെയും കൊണ്ടുവരരുതെന്ന് പറയണം. കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ മോശമാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യും. ഞാൻ അതിന് എക്സിറ്റ് ചെയ്തു. പക്ഷെ ഏറ്റവും ഇപ്പോഴത്തെ തമാശ, ഇവനെതിരെ പറഞ്ഞ ആൾക്കാർ ഇന്ന് കുറെ സോഷ്യൽ മീഡിയയില് നെവിൻ മോൻ എന്ത് നന്നായിട്ടാ കളിക്കുന്നത്, അന്നറിയില്ല ബിഗ് ബോസിൽ കയറുന്നത്. ഇന്ന് നെവിൻ മോൻ പഞ്ചാരിയായി, ഇനിയിപ്പോ തിരിച്ചു വരുമ്പോ പൊന്നാട ചിലപ്പോ പോയി അണീക്കും. അങ്ങനെ ഡബിൾ ഞാൻ ഒറ്റണത്തിന് അടുപ്പിക്കില്ല, എപ്പാ കടന്നു പോകുന്ന ഞാൻ പറയും, ഉറപ്പായി ഞാൻ പറയും. എന്റെ സ്വഭാവം വെച്ചാൽ അത് പറയും. ആ ഗ്രൂപ്പിൽ എനിക്ക് അങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കണ ഒരു സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് എന്റെ അടുത്തില്ല.
നെവിൻ വരുമ്പോ കേൾപ്പിച്ചിട്ട് നിന്നെ ഇങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത്? അല്ല, അവർക്ക് എന്തോ അഡ്മിൻസ് ഗ്രൂപ്പിൽ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് ദിയാസനെയാണ് ഈ ഡീറ്റെയിൽസ് പറയുന്നത്, ഇങ്ങനെയാണ്. അപ്പം ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞിട്ട് ഇപ്പൊ ഭയങ്കര സ്നേഹം ഇവരൊക്കെ കാണിക്കുന്നത്. ഇനിയിപ്പോ ഇവൻ വന്നു കഴിഞ്ഞാൽ ഒരു 10 റീൽ എടുക്കണമായിരിക്കും, അതിന്ന് കുറച്ച് പൈസ ഫെയിം ഉണ്ടാക്കണമായിരിക്കും. ഉണ്ടാക്കിക്കോട്ടെ, അങ്ങനെ ജീവിക്കണമെങ്കിൽ ജീവിച്ചോട്ടെ. പക്ഷെ ഡബിൾ ഫേസ് ആണ് എല്ലാവരും. എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിഗ് ബോസിനകത്തുനിന്ന് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണം ഒരു എവിടെയോ എഴുതി വെച്ചിട്ടില്ല. നമുക്ക് അല്ലാതെ ലൈഫിൽ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, ഇതിന്ന് തന്നെ ഉണ്ടാക്കണം എന്നൊന്നുമില്ല. നോക്കി ഫ്രണ്ട്ഷിപ്പ് എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലേ? ഉണ്ടാവാം. പക്ഷെ എനിക്ക് അങ്ങനെ ആരോടും ഭയങ്കര അറ്റാച്ച്മെന്റ് തോന്നിയിട്ടില്ല. പുറത്തിറങ്ങി ജാൻമുനിയോട് എനിക്കൊരു അറ്റാച്ച്മെന്റ് തോന്നി. എന്നെ വിളിക്കുന്നുണ്ട് ഓരോ ആവശ്യമല്ല, ലൈഫിൽ ഓരോന്നും സംഭവിക്കുമ്പോൾ വിളിക്കുന്നുണ്ട്. അമ്മ മരിച്ച ദിവസം എന്നെ വിളിച്ചിട്ട് നൈറ്റ് ഭയങ്കര കരച്ചില്. എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയണില്ല. എങ്ങനെ മരിച്ച ഇതിൽ നമ്മൾ ആശ്വസിപ്പിക്കാൻ അറിയത്തില്ല, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം അസുഖമാണുള്ള ടൈമിൽ വിളിച്ച് കരയുമ്പോ എനിക്ക് ശരിയാവും എന്ന് പറയാം. സത്യം നമുക്കൊന്നും ഞാൻ സ്റ്റക്കായി പോയി. ഞാനൊരു 1 hour ജാൻമുനി ഫോണിലോ അല്ലറി കരയുന്നത് ഞാൻ കേട്ടിട്ടിരിക്കുകയാണ്. എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയാണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പം അവര് ആ ഒരു വിഷമത്തിൽ ഫസ്റ്റ് എന്നെ വിളിക്കാൻ അവർക്ക് തോന്നി. അത് ഒരു ട്രൂ ആയിട്ടുള്ള ബോണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള നല്ല ഫ്രണ്ട്ഷിപ്പ് വെക്കണം. ഫേക്ക് ആയിട്ട് റീൽസ് വേണ്ട. ഫേക്ക് റീൽസ് പൈസ തരാണെങ്കിൽ ചെയ്യാം. ഇനി ബിഗ് ബോസിൽ ഔട്ട് ആവണമെന്ന് തോന്നിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അയ്യോ, ഇനിയിപ്പോ എല്ലാരും ഔട്ടായി പോയില്ലേ? ഫൈനൽ 5 ഇപ്പൊ സാബുമാൻ പോയി. ഇനി ആരാ? മേ ബി ആദിലാക്ക് വേണമെങ്കിൽ പോവാ. ഷാനവാസിന് വിൻ ചെയ്യുന്നത് ഇപ്പോഴത്തെ ഗതിയിൽ അനീഷേട്ടൻ അല്ലെങ്കിൽ അനുമോളായിരിക്കും എന്നാണ് ഇതെല്ലാം വെച്ചിട്ട് പുറത്തത്തെ വെച്ചിട്ട്. നിങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബിഗ് ബോസിലെ വിന്നർ ജിൻഡോ ചേട്ടൻ, അത് പുള്ളിക്കാരനെ അർഹിക്കുന്നതാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഓൾറെഡി ഒത്തിരി കോമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളത് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ ടൈമില് ഞാൻ എവിടെ പോകുമ്പോഴും എന്റെ വീടിനടുത്തുള്ളവര്, ഞാൻ പുറത്തു പോകുമ്പോഴുള്ളവരൊക്കെ എന്റെ അടുത്ത് വന്നിട്ട് ജിൻഡോ ചേട്ടന്റെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടാട്ടോ, അതിനെ റിയൽ ആയിട്ട് പറയുന്നത്. അപ്പൊ ഇപ്പൊ ജിൻഡോ ചേട്ടൻ തന്നെ പറയുന്നു ഞാൻ ഇത്ര PR കൊടുത്തിട്ട് ചെയ്തു എന്ന് ഞാൻ ലാസ്റ്റ് എന്തോ കണ്ടു. അപ്പൊ എനിക്ക് കൺഫ്യൂസ്ഡ് ആവാം. ഞാൻ നോക്കുമ്പോൾ ആളുകൾ എന്റെ അടുത്ത് വന്ന് പറയുന്നതൊക്കെ ഇയാളെ ഇഷ്ടമാണെന്നാണ്. എനിക്ക് പേഴ്സണലി ഞാൻ സപ്പോർട്ട് ചെയ്തത് ജിൻഡോനെയാണ്. അപ്പൊ ഇതെന്താണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ജിൻഡോ അല്ലെങ്കിൽ അതിനകത്ത് എനിക്ക് തോന്നുന്നില്ല, ഈവൻ ഇൻക്ലൂഡിങ് മീ, അതിൽ ആരും ഒരു വിന്നർ ആയിട്ട് എനിക്ക് ആരെയും ഫീൽ ചെയ്തിട്ടില്ല. മേ ബി ജാസ്മിന് പിന്നെയും. ഈ സീസണിലോ അമ്മ നെവിന്റെ കട്ട ഫാനാണ്. അമ്മ ജോലി റിസൈൻ ചെയ്തിട്ട് 24/7 കാണുമായിരുന്നു. നെവിൻ അത് ഏഷ്യാനെറ്റിൽ പറഞ്ഞു, ബിഗ് ബോസിൽ പറഞ്ഞു. അവൻ എന്റെ ഫ്രണ്ടിന്റെ അമ്മ, എന്നെക്കാട്ടും ക്ലോസ് അമ്മ നെവിനായിട്ടാ. 24 മണിക്കൂർ നെവിൻ അമ്മേനെ വിളിച്ചിട്ട് എന്നെ കുറ്റം പറയും. അങ്ങനെ അവര് ഭയങ്കര ഗോസിപ്പുകാരാണ് ഇവര്. നെവിന്റെ ഒരു വേറെ വെർഷനാണ് ശരിക്കും എന്റെ അമ്മ. ഈ മീഡിയയിൽ കാണുന്ന ഇതല്ല, ഭയങ്കര ഫൺ ഇതാണ്. അപ്പൊ നെവിന്റെ വീട്ടുകാരായിട്ട് നെവിൻ അങ്ങനെ ഭയങ്കര അറ്റാച്ച്ഡ് അല്ല. അവര് കുറച്ച് സീരിയസ് ഇതാണ്. എന്നാൽ സ്നേഹം നല്ല പോലെ ഉണ്ട്. പക്ഷെ എന്റെ അമ്മ ഇവനെ നല്ല സപ്പോർട്ട് ചെയ്യണതുകൊണ്ട് അങ്ങനെ അവര്. അപ്പൊ അമ്മ ഫുൾ ടൈം ഇരുന്ന് കാണാണ്, എന്നെ വിളിക്കും ലൈവ് വെക്ക് നെവിൻ ഇത് പറയുന്നുണ്ട്, നെവിൻ അടിപൊളിയുണ്ട് അങ്ങനെ പറഞ്ഞു. എന്തായാലും നെവിൻ വിന്നർ ആവട്ടെ. നെവിൻ വിന്നർ ആണ് എന്റെ മനസ്സിൽ. കാരണം ഇത്രയും 100 days നിന്നു PR അല്ലാണ്ട്. വിന്നറാണ്, അറിയിക്കുന്നു. പൈസ മാത്രം ഇനി വന്നിട്ട് വേണം റീൽസും യൂട്യൂബും ഒക്കെ ഉറപ്പായിട്ടും ചെയ്യാനായിട്ടല്ലേ. അവന് ഓക്കെ ആണെങ്കിൽ എന്തായാലും നമുക്ക് ഒന്നുകൂടി നമുക്ക് ഇരിക്കണം, നമുക്ക് റീൽസ് ചെയ്യണം. നമ്മുടെ കോമൺ ഫ്രണ്ട് അല്ലേ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. എന്തായാലും വിന്നർ ആവട്ടെ. ഇനി ഉയരങ്ങൾ അഭിഷേകം.